കിടന്നു കൊടുക്കോ അങ്ങനെ വരെ അവർ ഞങ്ങളോട് ചോദിച്ചു. ആ ലേഡി എനിക്ക് അവരെ അറിയില്ല, അവരെന്തോ പാർട്ടിക്കാരത്തിയാന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് അവർ ഞങ്ങളെ ഞങ്ങളുടെ ആ ബെരക്കിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ബെരക്കൊക്കെ നോക്കി. എന്നിട്ട് ചോദിക്കാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഞങ്ങള് അതെ ഇപ്പോ ഞങ്ങള് സാബുമാർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും എന്ത് ന്യൂസാണ് കേട്ടതെന്ന് വെച്ചാൽ ഈ NCCക്കാരുടെ പ്രശ്നം തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക ന്യൂസിൽ നിന്നും. അപ്പം 2-3 ദിവസമായി എറണാകുളത്ത് ആ NCC ക്യാമ്പ് തുടങ്ങിയിട്ട് ഒരു കോളേജിൽ വെച്ചാണ് ഈ സ്കൂൾ പിള്ളേരുടെ NCC ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടായി, കുട്ടികളെ അവിടെയുള്ള മേലധികാരികൾ ഉപദ്രവിച്ചു, അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ NCC ക്യാമ്പിൽ നിന്നും വരുന്ന ന്യൂസുകൾ. അപ്പോൾ എറണാകുളത്തിനെ പറ്റി ഇപ്പോൾ പൊതുവേ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വാർത്തകൾ വരുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം, കുടിവെള്ളം വളരെ മലിനമായിട്ടുള്ള ജലമാണ് എല്ലാ സ്ഥലത്തും കിട്ടുന്നത്, മിക്കവാറും ഈ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ എത്തുന്നത്. അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാവുന്നുണ്ട്, ഹോസ്പിറ്റലൈസ് ആവുന്നുണ്ടെന്നൊക്കെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഫുഡ് കറക്റ്റല്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. പിന്നെ തിളപ്പിക്കാത്ത, കാരണം ഇപ്പം ന്യൂസിൽ തന്നെ പറയുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. അപ്പോൾ കുട്ടികൾക്ക് അവിടെ കൊടുക്കുന്നത് വെറും പച്ചവെള്ളമാണ്. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് കുട്ടികളുടെ സൗണ്ടൊക്കെ അവിടെ അടഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഭക്ഷ്യവിഷബാധയുടെ കാര്യം ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. ആ ആഹാരം പാചകം ചെയ്യുന്ന സ്ഥലം ഒരു ടെൻ്റ് അടിച്ചിട്ട് അവിടെയാണ് ഈ 600 കുട്ടികൾക്കാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരു ഓട പോകുന്നുണ്ട്. ഇപ്പം ഓട ഉണ്ടെന്നും പറഞ്ഞ് അത് വൃത്തിഹീനമാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്, കാരണം അതൊന്നല്ലല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം മിക്കവാറും ഒരു പാചകം ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് ഒരു ഓടയോ ചാലോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ പറയുന്നു മോര് കുടിച്ചതിന് ശേഷം, ഇപ്പോൾ മോര് കുടിച്ചാൽ എല്ലാവർക്കും മോര് പിടിക്കണമെന്നില്ല, വയറിളക്കമോ ഛർദിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഓരോ പ്രശ്നങ്ങൾ ക്യാമ്പ് തുടങ്ങിയിട്ട് 3-4 ദിവസമേ ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇപ്പം പണ്ടത്തെ രീതിയിലുള്ള കുട്ടികളല്ല ഇപ്പോഴത്തെ രീതിയിലുള്ളത്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളും അവർക്ക് നടത്തണം. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ടീച്ചേഴ്സ് ഇന്നൊരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് പോകും. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോൾ ഉള്ള കുട്ടികൾ അവർ പറയും, ടീച്ചേഴ്സ് അത് കേൾക്കും. ടീച്ചേഴ്സ് അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരാവും, പിന്നെ ന്യൂസാവും, വാർത്തയാവും. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടികളോടൊക്കെ മോശമായിട്ട് പെരുമാറി അവരെ അടിച്ചു, കുടിവെള്ളം ഉപയോഗിച്ചൊക്കെ ഇടിച്ചു, അടിച്ചു എന്നൊക്കെ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫുഡ് ശരിയല്ലാതെയും ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വന്ന് പാരൻസ് ഗേറ്റ് ഇടിച്ച് പൊട്ടിച്ചാണ് ഈ ക്യാമ്പിനുള്ളിലേക്ക് കയറിയതെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് നമ്മുടെ ഈ SFIയുടെ ജില്ലാ പ്രസിഡന്റ്, വനിതാ പ്രസിഡന്റ് എന്താണ് കാര്യം അന്വേഷിക്കാനെന്ന് അവിടെ ചെന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണ് ഈ SFIയുടെ നേതാവ്, വനിതാ നേതാവ് ആ ക്യാമ്പിനുള്ളിലേക്ക് പോകുന്നത്? അവരൊരു പാരൻ്റ് അല്ല, ഒരു അധ്യാപകനല്ല. അപ്പോൾ നമ്മളൊരു പഞ്ചായത്തിലൊരു പ്രശ്നം വന്നാൽ അവിടെ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തെങ്കിലും അന്വേഷിക്കാൻ വരും. അതുപോലെ അവരൊരു കോമൺ ആയിട്ട് അവിടെ അന്വേഷിക്കാൻ വന്നു. അപ്പോൾ കുട്ടികൾ പറയുന്നു അവരുടെ റൂമിലേക്ക് ഇടിച്ച് കയറി ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ വളരെ മോശമായിട്ട് തരം താഴ്ന്ന രീതിയിൽ ആ പെൺകുട്ടികളോട് സംസാരിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ നമുക്കതൊന്നും ആ ലേഡി എനിക്ക് അവരെ അറിയില്ല, അവരെന്തോ പാർട്ടിക്കാരത്തിയാന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് അവർ ഞങ്ങളെ പറഞ്ഞോ. ഈ കുട്ടികൾ വളരെ ഗൗരവമുള്ള അതെ അതിന്റെ മേളിൽ പറയുന്ന ഒഫീഷ്യൽ ഉണ്ടോന്ന് നോക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളവരുടെ ഹയർ ഓഫീസേഴ്സ് അടിക്കുന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ കയറി വന്ന് സ്വാഭാവികമായിട്ടും ആ ഗേറ്റ് ലോക്ക് ചെയ്ത് വെക്കുന്ന സാഹചര്യം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ നോക്കി. അങ്ങനെ കയറി ചെന്നപ്പോഴത്തേക്ക് അത് ഞങ്ങൾ ഇടിച്ച് തുറന്നില്ല എന്ന് പറയാം. ഇടിച്ച് കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ പെൺകുട്ടികളാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ മാനിക്കണം, കാരണം ഞാനൊരു പെൺകുട്ടിയാണ്. അങ്ങനെ മാനിച്ചുകൊണ്ട് എന്റെ കൂടെ ഇത്രയും ആണുങ്ങൾ, അതായത് ഒരു 10-30 പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറി അത് ഞാനൊരു പെണ്ണും ബാക്കിയുള്ള എന്നുള്ള സ്ഥിതിക്ക് അപ്പോൾ അവരോട് പറഞ്ഞു കയറണ്ട, നിങ്ങൾ നിൽക്കുക, ഞാൻ കയറി നോക്കാമെന്നുള്ള സ്ഥിതിക്ക്. കാരണം വേറെ ഒന്നല്ല, ഇവർ തീർത്ത് നമ്മളെ കയറ്റാത്തൊരവസ്ഥയാണ്, കയറ്റാൻ പറ്റില്ല. ഇത് NCCയുടെ ക്യാമ്പാണ്, ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കും. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ. അപ്പോൾ അതിൽ ആ SFI വനിതാ നേതാവ് പറയുന്നുണ്ട്, ഞങ്ങൾ ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോയപ്പോൾ അടുത്തുള്ളത് പെൺകുട്ടികളുടെ സ്ഥലമായിരുന്നു.
അപ്പോൾ അവിടേക്ക് ഈ പുരുഷന്മാരിടിച്ച് കയറുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കൂ, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളുടെ റൂമിലേക്ക് പോയപ്പോൾ അവരുള്ളിലേക്ക് കയറാൻ സമ്മതിച്ചില്ല എന്നും നീ ഇവിടെ കയറണ്ട എന്നും അവരോട് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു. അവരെന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വന്നു. ഇപ്പോൾ കുട്ടികൾ നേരെ തിരിച്ച് ഉൾട്ടായിട്ട് അവർക്കെതിരായിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട് കാര്യങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ പറയുന്നു അവരോട് മോശമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അവിടെ അവർ പറയുന്നത് ഞാൻ ആ രീതിയിലല്ല സംസാരിച്ചത്, എന്താണ് നോക്കാനെന്ന് പോയപ്പോൾ കുട്ടികളാണ് മോശമായിട്ട് സംസാരിച്ചത്, നീ ഇവിടെ കയറില്ല, വരണ്ട, അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ കൊണ്ടുപോയ ഫുഡൊന്നും അവർ കഴിക്കാൻ സമ്മതിച്ചില്ല, അവർ കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് പറയുവാണ് അവർ കൊണ്ടുവന്ന ഫുഡിൽ നിന്നുമാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന്. എന്തായിരുന്നാലും ഇതിൽ കുട്ടികളായിട്ടുണ്ടാക്കിയ ചില പ്രശ്നങ്ങളും ഉണ്ട് അതിനകത്ത്. കാരണം ഇപ്പം അവർ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കും, ഇന്ന കാര്യങ്ങൾ, അപ്പം അതൊന്നും ക്യാമ്പിൽ നടക്കത്തില്ല. അപ്പം അതിനെതിരായിട്ട് മുതിർന്ന ആൾക്കാർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇത്രയും വലുതായി. പിന്നെ ഒരു കുട്ടി ഈ കുട്ടികൾ ഇങ്ങനെ ഒരു ന്യൂസിൽ പറയുന്നുണ്ട് അവർക്ക് ഓരോ ഫുഡ് കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, അടിക്കുവാണ്. അപ്പോൾ അതിലൊരു മുതിർന്ന കുട്ടി പറയുന്നുണ്ട്, ഒരു ലീഡർ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, ഇവർ ബാത്റൂമൊക്കെ അടിച്ച് പൊട്ടിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടി പറയുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് എല്ലാവരും ഒന്നുകിൽ ആ കുട്ടി കള്ളം പറയുന്നതായിരിക്കാം, ഈ കുട്ടികൾ സത്യമായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഒന്നുകിൽ ഇതിൻ്റെ ഇടയിൽ വേറെ പാർട്ടിപരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ക്യാമ്പുമായിട്ട് ഒത്തുപോകാൻ പറ്റാതായതുകൊണ്ട് അവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതിനുള്ളിൽ വേറെ എന്തോ സംഗതി കൂടെ ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് പുറത്തു വരട്ടെ. കാരണം 73 കുട്ടികളാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.